ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മളെ സൽക്കാരം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഹൈ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഉച്ചൻ്റെ ശേഷം കേട്ടോ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഇതാ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ ഏതായാലും മക്കളെ ഇന്നത്തെ ദിവസം പറയണ്ട, കറണ്ടും ഇല്ല വെള്ളവും ഇല്ല, അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ടും വെള്ളവും ഇല്ലാതെ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് പോകണത് ആലോചിക്കാൻ വയ്യല്ലേ. അപ്പോൾ പിന്നെ ഒരു വിരുന്നും കൂടി ആണെങ്കിൽ പിന്നെ ആ വീട്ടിലത്തെ അവസ്ഥ പറയണം. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായി പോയിട്ട് ഇന്ന്. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളം ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. അത് കാരണം ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, എപ്പോഴാണ് മഴ പെയ്യണമെന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഏതായാലും കാക്ക ദക്കണക്ക് ബിരിയാണിക്കുള്ള നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളമൊക്കെ ഇതാ കോരി റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുടിക്കാനുള്ള വെള്ളം അതും കോരി റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ പുറത്ത് മുറ്റത്താണ് കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. അകത്ത് നമുക്ക് വിറകിൻ്റെ ഉള്ളിൽ നമുക്കൊരു പുകയില്ലാത്ത അടുപ്പുണ്ട്. പക്ഷേ അവിടെ തീ പിടിപ്പിക്കണങ്ങാട്ട് ഇഷ്ടം ഇവിടെ അങ്ങനെ മുറ്റത്ത് തീ പിടിപ്പിക്കണതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസം തേങ്ങ ഇട്ടപ്പോൾ നല്ല ഉണങ്ങിയ വെറ് കണ്ടപ്പോൾ ഞാനത് ഏതായാലും മഴക്ക് കൊള്ളാത്ത ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് സ്റ്റോക്കായിട്ട് വെറും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചതായിരുന്നു ആ ഒരു വിറക്. അപ്പോൾ ഏതായാലും മണ്ണെണ്ണ കൊഴിച്ചിട്ട് തീയൊക്കെ കത്തിച്ച് ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. അടുപ്പ് നനഞ്ഞ് കിടക്കുകയാണ്, എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതിന് ശേഷം പാത്രം വെച്ച് കൊടുത്തപ്പോൾ അത് ഉഷാറായിട്ട് ഇപ്പോൾ കത്തണുണ്ട്. അങ്ങനെ അടുപ്പത്ത് വെള്ളം വെച്ചതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ഉച്ചക്കത്തെ ചോറയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിച്ച് നമ്മൾ ഈ ഒരു പണി തുടങ്ങിയപ്പോൾ വെള്ളം കൂടി ഇല്ലാതായപ്പോൾ 2:30 മണി ആയിക്കിട്ട് തുടങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ ബിരിയാണിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ആകെ ഒരു ബത്തപ്പാടായിരുന്നു കേട്ടോ. എനിക്കൊരു പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ പുഡിങ്ങും കാര്യങ്ങളൊന്നും റെഡി ആക്കിയിട്ടില്ല. അതൊക്കെ നമ്മൾ രാവിലത്തെ ഒരു പ്രിപ്പറേഷനിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ നമുക്ക് കറണ്ട് ഇല്ലാതെ ആ ഒരു പണിയും കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ. അപ്പോൾ അത് പിന്നെ റെഡി ആയിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാനാണ് വീഡിയോസും ബിരിയാണി ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ ഏതായാലും അവിടെ ചോറിനുള്ള വെള്ളമൊക്കെ ഉഷാറായിട്ട് കത്തണുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളി കുറച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ബിരിയാണിക്ക് ഇന്ന് പൊരിച്ചിട്ടാണല്ലോ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ കുറച്ച് ഉള്ളി പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ടെടുത്ത് ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവർ ഇങ്ങോട്ട് കളറായി പോകരുത്, അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് മാറും. അപ്പം ഇനി നമ്മളിത് പിന്നെ ഇങ്ങനെ പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല മൊരിഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത്. ആ ചൂടറിയാൽ നല്ല മൊരിഞ്ഞിങ്ങോട്ട് വരും. അപ്പം ഇനി ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഇതൊക്കെയാണ് ചിക്കന് പൊരിക്കാനുള്ള ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊന്ന് പൊരിച്ച് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഏതായാലും നമ്മൾ ചോറയൊക്കെ കഴിഞ്ഞപ്പോൾ 2:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് കറണ്ട് ഇല്ലാതെ ആ ഒരു ടെൻഷനിലൊക്കെ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പണി തുടങ്ങാനും വൈകി പോയിട്ടുണ്ട്. എന്നാലും സമാധാനമുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചതുകൊണ്ടൊക്കെ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ പുഡിങ്ങിൻ്റെ കാര്യമുണ്ട് ടെൻഷന്. കാരണം അത് കറണ്ട് വന്നാലേ ഒരു പണി നടക്കുള്ളൂ. പിന്നെയുള്ള സമാധാനം നമ്മൾ വിളിച്ച് നോക്കുമ്പോൾ ഒരു പറഞ്ഞ് കുറച്ചൊരു പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ കറണ്ട് വരും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒരു 4 മണിയൊക്കെ ആയപ്പോൾ 4:30 ആ ഒരു ടൈമിൽ കറണ്ട് വന്നു കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഒരു സമാധാനമായത്. കറണ്ട് വരും എന്ന് പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. അതിൻ്റെ ഇടയിൽ നമുക്ക് പുഡിങ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ സമാധാനത്തോടു കൂടി വീഡിയോ എടുക്കലും കുക്കിംഗ് ചെയ്യലും ഒക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ രാവിലെ തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത്. എന്നാലും എനിക്ക് വിളിച്ചു നോക്കിയപ്പോൾ ഒരു സമാധാനമായി, കറണ്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായിട്ടാണ് പിന്നെ നമ്മൾ ഓരോ പണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു പണീൻ്റെ ഇടയിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ടാങ്കിൻ്റെ വെള്ളം കഴിഞ്ഞു. കാരണം നമ്മൾ ബീഫും ചിക്കനും ഒക്കെ കഴുകി ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലവിടെ മസാല പരട്ടി വെച്ചതാണല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ ബിരിയാണിക്കുള്ള അരി വേവിക്കാനുള്ള വെള്ളത്തിനൊരു ആവശ്യം വന്ന് അത് കോരിയും ചെയ്തിട്ട്. എന്നാലും അൽഹംദുലില്ലാ നമ്മൾ ഇടങ്ങാറായിട്ടൊന്നുമില്ല കേട്ടോ. ഒന്ന് പേടിപ്പിച്ച് നമ്മൾ അത്ര തന്നെ. അങ്ങനെ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ ചിക്കനൊക്കെ ഇതാ പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പൊരിച്ച വെളിച്ചെണ്ണയ്ക്ക് അത് നമ്മളും ഉള്ളി തക്കാളിയൊക്കെ അതിലാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. അപ്പം ഇനി ഉള്ളി നല്ലോണം ഒന്ന് വാടി വരണം. അപ്പം നമ്മൾ ഉള്ളി വാടി വരുന്ന സമയത്ത് നമുക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം ഉള്ളി വാടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഏതായാലും ഇതാ ആ ഒരു സമയത്ത് നമ്മൾ പുഡിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കല്ല വിചാരിച്ചിട്ട് ഇതാ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് അവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി അതും അടുപ്പത്തവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് പുഡിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. എല്ലാ പരിപാടിക്കും ക്യാരറ്റ് പുഡിംഗ് ഇല്ലാത്തൊരു പരിപാടിയില്ല. കാരണം അത് റെസിപ്പി നമുക്ക് തറപ്പറയാണ് കേട്ടോ.
പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതുമാണ് അങ്ങനെ. അപ്പോൾ ഏതായാലും പുഡിങ് നമ്മളവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾക്ക് കറണ്ട് ഇല്ലാതെ നടക്കില്ല പറഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് വേവിച്ചുകൊണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് അത് അടിച്ചെടുക്കണം. പിന്നെ അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റില്ല. നമ്മൾ ഇത് ഒക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ചൈന ഗ്രാസോടെ പിന്നെ കുറച്ചുകൂടെ കട്ട പിടിച്ച് പോകില്ല. അപ്പം അങ്ങനെയൊക്കെ ഏതായാലും അതിനിടയിൽ നമ്മളെ ഒരു പുഡിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തന്നെ എനിക്ക് പകുതി ആശ്വാസം. പുഡിങ് ആവില്ലേ എന്നുള്ളൊരു ടെൻഷനുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും എനിക്ക് ബേജാറില്ല. അങ്ങനെ ഏതായാലും ഇതാ പുഡിങ് ഒക്കെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിൻ്റെ ശേഷം അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ പുഡിങ് റെഡി ആയാലും പോരാ, ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ തണുപ്പായി കിട്ടുവാണല്ലോ, ഒന്ന് സെറ്റായി കിട്ടുവാണല്ലോ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതാ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറിൻ്റെ ശേഷം അതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മസാല വാട്ടിനിടയിൽ നമ്മൾ പുറത്ത് തീ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ പാത്രങ്ങളാവണത് കഴുകി വെക്കുന്നുണ്ട്. അല്ലാത്ത നമ്മളല്ലറ ചില്ലറ പണിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ അരി ഒന്ന് പിന്നെ കഴുകി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ലീഫും കറാമ്പട്ടിയും പിന്നെ ഏലക്കായും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്നൊക്കെ ഭയങ്കര സമാധാനം വെച്ചാൽ ഇന്ന് മഴ ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മഴ പിടിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. അന്ന് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമായിരുന്നു. അപ്പോൾ രാത്രി നല്ല മഴ, നേരെ വെളുത്തതിൻ്റെ ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്താ ഇനിയിപ്പോൾ ചോറ് വെക്കാൻ കാട്ടുമ്പോൾ ഗ്യാസുമായി വലിയൊരു ചെമ്പട്ടി വെക്കാനും പറ്റൂല. അകത്ത് വിറേൻ്റെ ഉള്ളിലും വെള്ളമൊക്കെ ആവണുണ്ട്. അടുപ്പത്തേക്ക് പഴയ വിറയല്ല, അപ്പോൾ വെള്ളമൊക്കെ കിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ പിന്നെ ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. ഓവർ വെയിലും ഇതില്ലെങ്കിലും എന്നാലും മഴ ഇല്ലാത്തൊരു ദിവസമായിരുന്നു. തീയൊക്കെ പിന്നെ നല്ല ഉഷാറായിട്ട് തീ പിടിച്ചും ചെയ്ത്. അപ്പോൾ ഒക്കെ ഒരു റാഹത്തായി കിട്ടിയിട്ടാ. ആദ്യം ഒന്ന് തുടക്കം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഒക്കെ ഒന്ന് റാഹത്തായി കിട്ടി. അങ്ങനെ അതാ അരിയൊക്കെ കഴുകി നമ്മളിതാ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ, അല്ലാഞ്ഞാൽ നല്ല തീ കത്തുന്നതാണ്, അരി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇനിയിപ്പോൾ അതവിടെ വെന്ത് റെഡി ആയി വരട്ടെ. അപ്പോഴേക്കും ഇതൊക്കെ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളെ മസാല മല്ലി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നമ്മളെ പുഡിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ വേറെ ഒന്നും ഡെക്കറേഷൻ ചെയ്തിട്ട് കൊടുക്കാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ആക്കിക്കാണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഇട്ടതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം പൊരിച്ച ചിക്കനിൽ നമ്മൾ ഉപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അതിലേക്ക് ഗരം മസാലയും ബിരിയാണി മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ ഒരു പൊടിച്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പൊടിക്കാത്തത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് മസാലയോടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ചോറ് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പിന്നെ ചോറ് ഊറ്റിയെടുക്കണം. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ, വേഗം ചോറ് ഊറ്റി ഇതൊക്കെ ഒരു ഓട്ടപാത്രത്തിൽ കണ്ട് ഊറ്റിയെടുക്കണം. നല്ലോ വാർത്തിൻ്റെ ശേഷം വേണം ബിരിയാണി ദമ്മിട്ടെടുക്കണം. അല്ലാഞ്ഞാൽ ഒരു പിന്നെ വെള്ളം കുഴഞ്ഞുകൂണോ കാരണം നേരിട്ട് നമ്മളിങ്ങനെ ഊറ്റിക്കാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ചോറൊക്കെ ഊറ്റിയുടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇത് ഞാൻ ആവശ്യത്തിനുള്ള പിന്നെ എന്താ പറയുക തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ തൈരും ചെറുനാരങ്ങളും പകുതി മതിയാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിലുള്ള ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊരിച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടച്ച് വെച്ചുകൊണ്ട് പിന്നെ മസാല റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കാരണം നല്ല അടച്ച് വെക്കുമ്പോൾ നല്ലോണം വെള്ളം വരും, ആവി വന്നിട്ട് വെള്ളം ഉണ്ടാവും മസാലയിൽ. അപ്പോഴും ഒരു ബിരിയാണി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കുഴഞ്ഞുകൂടെ കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാനും ചോറിട്ട് കൊടുക്കാനും അങ്ങനെ ഇതാ ചോറൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ ഒന്ന് ദം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിലേക്ക് കുറച്ച് ആർക്കേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് വരും. പിന്നെ നമ്മളെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പൊരിച്ചത് ഉള്ളി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതാ മുകളിൽ ഇട്ട് കൊടുക്കണം. പിന്നെ ചിലർ പൊരിച്ചുകാണ്ട് മാത്രം ഉള്ളി വാട്ടാതെ പൊരിച്ചുകാണ്ടും ബിരിയാണി വെക്കൂട്ടോ, അങ്ങനെ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് 1/4 ഭാഗം ഉള്ളി നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഉണ്ടിട്ട് ഈ ഒരു കൂട്ടത്തിൽ പിന്നെ ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബിരിയാണി അവിടെ സെറ്റ്
സെറ്റായിട്ടുണ്ട്. അപ്പം തന്നെ പകുതി പണി തീർന്ന പോലായി. ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കാനുള്ളത് ഇതൊക്കെയാണ്. പിന്നെ ബീഫൊന്ന് തൂമ്പിച്ചെടുക്കണം. അപ്പോൾ അത് ചെറിയുള്ളിയൊക്കെ അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടെടുത്തിട്ട് അതൊന്ന് തൂമ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറി ബീഫൊന്ന് തൂമ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് അവിടെ സെറ്റായി. ബീഫൊക്കെ നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പകുതി കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറിയാണ് റെഡിയാക്കാനുള്ളത്. അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. അങ്ങനെ ചിക്കൻ കറി ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആകെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനുള്ളൂ. ഇത് ബട്ടർ പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് പരീക്ഷണമാണ്. പക്ഷെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പുഡിങ്. പിന്നെ നമ്മൾ ഇതിന് മുന്നേ പാൽ പുഡിങ്ങും വേറെ പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടർ പുഡിങ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിൽ അപ്പൊക്കെ നോക്കിക്കാണ്ട് ഉണ്ടാക്കിയ ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതേനും. പക്ഷേ പിന്നെ നമ്മൾ രാവിലെ ചെയ്ത് വെക്കേണ്ടതായിരുന്നു ഇത്. അപ്പോൾ ആ ഒരു കാരണത്താൽ റെസിപ്പി ഒന്നും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഏതായാലും ഇതാ ഒക്കെ പുഡിങ്ങിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മുന്തിരിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മുന്തിരിയൊക്കെ മോള് കഴുകി റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്താ ഇനി കൊടുക്കുക, ഓർലിക്സ് ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ മുന്തിരി അവിടെ വേവിക്കാതെ വെച്ചതായിരുന്നു. പിന്നെ കറണ്ട് വന്നപ്പോൾ പിന്നെ ഏതായാലും ജ്യൂസ് തന്നെ അടിക്കാൻ വിചാരിച്ച്. അങ്ങനെ അതിൻ്റെ ഇടയിൽ മോൾ ഇതൊക്കെ ഒരു വിധമൊക്കെ ക്ലീൻ ആക്കി തരുന്നുണ്ട്, ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പുഡിങ്ങൊക്കെ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ട് 2 ട്രിപ്പാക്കിയിട്ടാണ് അടിച്ചെടുത്തിട്ട് ഇതാ ട്രേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾക്കും നമ്മൾ പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി അണ്ടിപ്പരിപ്പന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ആയിരിക്കും, കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഏതായാലും പുഡിങ് അവിടെ സെറ്റായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. അപ്പോൾ സൽക്കാരത്തിങ്ങൾക്കുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ് പരിപാടിയാണ് ഉള്ളത്. എന്നാലും അൽഹംദുലില്ലാ നമുക്ക് 5 മണിയായപ്പോൾ നമ്മൾ എല്ലാ കുക്കിംഗ് പരിപാടികളാണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് പണിയാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ കുറേ പാത്രം എനിക്ക് ഉമ്മ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ കഴുകുന്നത്. ഒരു പരിപാടിയാകുമ്പോൾ അറിയില്ല, നമുക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് തന്നെ പാത്രങ്ങൾ കുന്നുകൂടണം. അപ്പോൾ പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പാത്രങ്ങൾ പിന്നെ എത്ര കഴുകി വെച്ചാലും അത് തീരലുണ്ടാവില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ടാണ് ഇപ്പോൾ ഇത്രയും പാത്രം പിന്നെ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ സിങ്കിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും മോള് വലിയ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ വർക്ക് ഏരിയൊക്കെ ഒന്ന് ഗ്യാസടുപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ മോള് കഴുകി ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം ഇന്ന് ഫുള്ള് വോയിസ് കൊടുക്കുമ്പോൾ മിസ്റ്റേക്കാണല്ലോ. അപ്പോൾ ഏതായാലും പിന്നെ മോള് തുടച്ചതിന് ശേഷം പിന്നെ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ട്, ആൾ തുടച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് എൻ്റെ ഒരു സമാധാനത്തിന് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കണം. അങ്ങനെ നമ്മളെ കുക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബിരിയാണി ഞാൻ പിന്നെ പുറത്തവിടെ അടുപ്പത്ത് കനലിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം. മുറ്റത്താണല്ലോ കിടക്കുന്നത്, ഇവിടെ നല്ല നായ്ക്കളെ ശല്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതും പോയി പാളിയൊക്കെ ഉണ്ട് കേട്ടോ, നായി വരുന്നുണ്ടോ നോക്കാനോ വേണ്ടി. അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മൾ ഒരു 6 മണിൻ്റെ മുന്നായിട്ട് നമ്മൾ എല്ലാ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അകം കൂടി ഒന്ന് അകല്ല നമ്മൾ അടുക്കളയും വർക്കേരിയും കൂടി ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. പിന്നെ അടുക്കള ഒന്ന് തുടച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. വർക്കേരി അടുക്കള ഒന്ന് തുടച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു 6 മണിൻ്റെ മുന്നായിട്ട് എല്ലാതും കഴിഞ്ഞ്, അതുപോലെ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് കഴുകി എടുത്ത് വെച്ചതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ എന്തായാലും കഴുകണമല്ലോ. അപ്പോൾ ഇതാ ഒക്കെ കഴുകി ഒക്കെ നമ്മളിതാ ടേബിൾ മേൽ ഇങ്ങനെ ഉണങ്ങാനും വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മഗ്‌രിബ് കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ മഗ്‌രിബ് കൊടുക്കുന്ന മുന്നേ തന്നെ നാത്തൂന് നമ്മളെ ഇന്നത്തെ താരങ്ങൾ വന്നിട്ടുണ്ട്, ഒരാളുടെ ഇന്നത്തെ അതിഥികൾ. അപ്പോൾ ഓരോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ നിൽക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 7:30 ഒരു ടൈമിലാണ് നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ പിന്നെ ചിക്കൻ ഒന്ന് പൊരിച്ച് റെഡിയാക്കി അവിടെ എടുത്ത് വെച്ചിട്ടില്ല. എനിക്ക് ആ ഒരു പിന്നെ നമ്മൾ ഫുഡൊക്കെ വളമ്പണീന് 1 മണിക്കൂർ മുന്നേ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതവിടെ പൊരിച്ചാനിട്ടിട്ടുണ്ട്. പിന്നെ പണിയൊന്നുമില്ല, അവിടെ ഇങ്ങനെ സാവധാനത്തിൽ അവിടെ റെഡി ആയിക്കോളും. നമുക്ക് ഇവിടെ സംസാരിക്കുകയും ചെയ്യാം, ചിക്കൻ അവിടെ പൊരിച്ച് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അവർ
വന്ന പാടെ അവർക്ക് വെള്ളവും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഉച്ചക്കൊരു സൽക്കാരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് അവരിപ്പോൾ നമ്മളെടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി പറഞ്ഞ് അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ ജ്യൂസൊക്കെ ഇതാ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ അതിൻ്റെ ഇടയിൽ അടിച്ച് റെഡിയാക്കി ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ പൊരിക്കാട്ട ഫസ്റ്റ് ട്രിപ്പ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ മൂത്തച്ചിയും ഓരൊക്കെ വന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, പെരക്കാരൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഇന്നത്തെ വിരുന്നിൽ നമ്മൾ പെരക്കാർ നമ്മൾ 5 മക്കളും പിന്നെ പേരക്കുട്ടികളും എല്ലാവരും കൂടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വിരുന്നും പരിപാടികളൊക്കെ. അപ്പോൾ ഇന്നത്തെ വിരുന്നായിരുന്നു വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓരോണ് കേട്ടോ ഇന്ന് വിരുന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ സമയം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് നമ്മൾ ഫുഡ് വിളമ്പാനും വേണ്ടി റെഡി ആയിട്ടുള്ളത്. അതിൻ്റെ മുന്നേ നമുക്ക് ഒരുപാട് സംസാരം രസവും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അതാ കറക്റ്റ് 9 മണിയായപ്പോൾ നമ്മൾ ചോറ് വിളമ്പാനും വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വിളമ്പുന്ന പരിപാടി ഇതാ മൂത്തച്ചി താത്താനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ചപ്പാത്തിയൊക്കെ താത്താർ പിന്നെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നു. ഇനിയിപ്പോൾ ഇതാ ഫുഡൊക്കെ വിളമ്പണ പരിപാടിയാണ്. പിന്നെ ഒക്കെ ഓരോന്നായിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. വിളമ്പണ നേരത്തെ പിന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ, അപ്പം പിന്നെ നമുക്ക് പണിയില്ല, ഓരോരുത്തരായിട്ട് ഓരോന്നോടെ റെഡി ആക്കുന്നുണ്ട്. താത്താരും ഞാനും എല്ലാവരും കൂടി അങ്ങനെ റെഡി ആക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ റെഡിയാക്കിയ സംഭവങ്ങളൊക്കെ ടേബിൾമേക്ക് കൊണ്ടുപോയി ഇതാ വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കിട്ടിയ സമയത്ത് കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും ഇല്ല, ആകെ ഇതൊക്കെ വിളമ്പണിയും കാരണം ആ ഒരു ചൂടോട് കൂടി തിന്നാനായില്ല എന്നുണ്ടെങ്കിൽ അതൊരു രസമായി കിട്ടൂലല്ലോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കലൊന്നും നടക്കൂല, കാരണം ആരുണ്ടെങ്കിലും നമ്മളൊരു കൈ എത്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായി കിട്ടൂലല്ലോ, കാരണം അങ്ങനെയാണല്ലോ. പിന്നെ അങ്ങനെ ഏതായാലും ഫുഡൊക്കെ ഇവിടെ പിന്നെ ഡൈനിങ് ഹാളിൽ വലിയവരൊക്കെ എല്ലാവരും ഇരുന്ന് കുട്ടികൾക്ക് ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ സാധനങ്ങളൊക്കെ. കാരണം പിന്നെ വലിയവരൊക്കെ ആണ്ട് ഇരുന്നോട്ടെ വിചാരിച്ച് അങ്ങനെ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ പിന്നെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തി, പൊറാട്ട, ചിക്കൻ കറി, ബിരിയാണി, അതുപോലെ ചിക്കൻ പൊരിച്ചത്, ബീഫ് വരട്ടിയത്, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഒക്കെ നമ്മൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഒക്കെ നാടൻ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. കാരണം വെറൈറ്റി ഒക്കെ തിന്ന് അവർ മടുത്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ വിരുന്നിൻ്റെ വിശേഷവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുഡിങ്ങൊക്കെ ഇതാ ടേബിൾ മേൽ എടുത്ത് വെച്ചിട്ട് പിന്നെ വീഡിയോസ് എടുക്കാൻ തോന്നില്ല, കാരണം രാവിലെ തൊട്ട് വീഡിയോ എടുക്കല്ലേ. പിന്നെ പരിപാടി കഴിഞ്ഞാലുള്ള കഥ പറയണ്ടല്ലോ, നമുക്ക് കുറേ എടുത്ത് വെക്കാണ്ടാവും, പാത്രങ്ങൾ കഴുകി വെക്കാണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ അന്ന് കിടന്നുറങ്ങിയിട്ടുള്ളത്. പിന്നെ പിറ്റേന്ന് നമുക്കൊരു പണിയും കാര്യങ്ങളില്ല, എന്തായാലും ഫുഡും കാര്യങ്ങളും ബാക്കി ഉണ്ടാവല്ലോ. അപ്പോൾ താത്താരൊക്കെ കുറേ സഹായിച്ചൊക്കെ തന്നതിൻ്റെ ശേഷം കേട്ടോ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിരുന്നിൻ്റെ വിശേഷവും കാര്യങ്ങളും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും കൂടി അറിയിക്കണേ. അപ്പോൾ ഇനി